സ്ത്രീകളെ ചികിത്സിക്കുന്നതിൽ ഏറ്റവും ഉചിതമായ സമയം എന്താണ് എന്ന് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും പ്രഗ്നൻസി ആണെന്ന് പറയും. പ്രഗ്നൻസി എന്നുള്ളത് പലപ്പോഴും ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. മുടി വളരുന്ന പോലെ, നഖം വളരുന്ന പോലെ ഒരു സമയമാണ്. പക്ഷേ ഈ പ്രഗ്നൻസി സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിംറ്റംസ് അവർ പ്രകടമാക്കാറുണ്ട്. പ്രത്യേകിച്ചും ഓക്കാനം, ഛർദിൽ, അല്ലെങ്കിൽ കാലിൽ നീര് വരിക, ഡിസ്ചാർജ് ഉണ്ടാകുക, പ്രഷർ കൂടുക, അല്ലെങ്കിൽ ഷുഗർ കൂടുക, ആങ്സൈറ്റി ഉണ്ടാകുക, ഉറക്കക്കുറവ് വരിക, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക. ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ചും ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം. എന്തുകൊണ്ടാണ് ഈ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ ഇവരിങ്ങനെ ഇത്രയും സിംറ്റംസ് കാണിക്കുന്നത്? ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇതെല്ലാം അടിച്ചമർത്തിയ, കൊച്ചിലെ മുതൽ ജനിച്ച സമയം മുതൽ ഉണ്ടായിരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ രോഗങ്ങൾ അടിച്ചമർത്തി വെച്ചത് ഈ സമയത്ത് അത് പ്രകടമാകുന്നു എന്നുള്ളതാണ്. സ്ലംബറിങ് സോറ എന്നൊക്കെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. പ്രത്യേകിച്ചും ഹെറിഡിറ്ററി ആയിട്ട് അപ്പൂപ്പന്മാരിൽ നിന്ന് മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുടെ സിംറ്റംസും ഈ സമയത്ത് അവർ പ്രകടമാക്കും. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇവർക്ക് കറക്റ്റ് മരുന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ ഹെറിഡിറ്ററി ടെൻഡൻസീസ് എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി വളരെ സേഫ് ആയിരിക്കും, ഡെലിവറി നോർമലായിരിക്കും. കുട്ടികളിൽ പ്രത്യേകിച്ചും അടുത്ത ജനറേഷന് നമുക്ക് അവരെ സേഫ് സോണിൽ വളർത്താൻ പറ്റും. ക്യാൻസർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഇങ്ങനെയുള്ള ഒട്ടുമിക്കവാറും ഹെറിഡിറ്ററി ടെൻഡൻസീസ് ഉള്ള രോഗങ്ങളെല്ലാം യൂട്രസ് വെച്ച് തന്നെ നമുക്കത് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് പ്രഗ്നൻസിയാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും സിംറ്റംസ് പറഞ്ഞ് മരുന്ന് കഴിക്കുകയും തന്നെ ചെയ്യണം.